ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഗ്രീൻ പീസ് വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അതിനായിട്ട് ഞാനിവിടെ കുതിർത്തെടുത്തിട്ടുള്ള ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ അത് ഞാൻ ഒരു തക്കാളിയുടെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എരിവിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നടുക കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു പച്ചമുളക് മാത്രമാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടവർക്ക് മുളകിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പിന് 3 കപ്പാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ പീസ് അത്യാവശ്യം വേവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം വേവുള്ള ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഒരു 6 വിസിൽ വരെയൊക്കെ അടുപ്പിച്ചെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 വിസിൽ അടുപ്പിക്കുമ്പോൾ തന്നെ നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 6 വിസിൽ അടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒരു ഉടഞ്ഞ രീതിയിൽ വേണം ഗ്രീൻ പീസ് കിട്ടാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മുടെ കറിയിലേക്ക് കുറച്ച് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നരച്ചെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങയിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ അത്യാവശ്യം നല്ലപോലെ ഉടഞ്ഞു വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറി അത്യാവശ്യം നല്ലൊരു തിക്കിലായിട്ട് വരും. അതുകൊണ്ട് കുറച്ച് ലൂസിലാണ് ഇപ്പോൾ ഞാൻ കറി തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതാ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ കറി ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കറിയിലേക്ക് കുറച്ച് കടുക് തളിച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും വെള്ളപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ടാണ് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കറി ചൂടാറി വന്ന സമയത്ത് ഈ ഒരു തിക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ ബൈ.